ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നൈറ്റ് ഡിന്നറിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഈസിയാണ്, കഴിക്കാൻ നല്ല സോഫ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതും കൂടിയാണ് കേട്ടോ. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയും 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മൈദപ്പൊടി മാത്രം മതിയെങ്കിൽ 2 കപ്പ് മൈദപ്പൊടി എടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് മാവ് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാരയും ഈസ്റ്റും ഗോതമ്പ് പൊടിയും മൈദയും ഒക്കെ നല്ലപോലെ തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ച് വേണമെങ്കിൽ കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് ചൂട് പാടില്ല, ഇളം ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തന്നെ കുഴച്ചെടുക്കാം. ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ മാവിൽ ഏറിയ പോലെ ഉണ്ടാവും. അപ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പാകത്തിന് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുന്ന മാവിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. എനിക്കിവിടെ ഒരു കപ്പോളം വെള്ളം വേണ്ടേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ എടുക്കുന്ന മാവിനനുസരിച്ചിട്ട് വേണം വെള്ളം എടുക്കാനായിട്ട്. ഇത് ആ മാവ് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് ബട്ടറാണ് കേട്ടോ ചേർക്കുന്നത്. സാൾട്ട്ലെസ് ബട്ടറാണ് ചേർക്കുന്നത്, ഉപ്പില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുന്നത് സാൾട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ മാവിൽ ചേർത്ത് കൊടുക്കുന്ന ഉപ്പിൻ്റെ അളവ് കുറച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ബട്ടറിന് പകരമായിട്ട് നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ അതും എടുക്കാവുന്നതാണ്. എന്നിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു അരമണിക്കൂർ ഒന്ന് തുണി നനച്ചിട്ട് ഇട്ട് വെക്കുക കേട്ടോ. മാവ് നല്ലപോലെ പൊന്തി വരും കേട്ടോ. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വെച്ച മാവിൽ നിന്നും ഡബിൾ മടങ്ങായിട്ട് മാവ് നമുക്ക് കിട്ടും കേട്ടോ. ഇതുപോലെ പൊന്തി വരും. അപ്പോൾ നമുക്കത് വീണ്ടും എടുത്തിട്ട് കൂടെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ബോൾസ് ആക്കി എടുക്കുക. കയ്യിലേക്ക് ലേശം ബട്ടറോ ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും ആക്കി കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്കിത് ബോൾസ് പരത്തിയെടുക്കാം. അത്യാവശ്യം നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ എടുക്കുന്ന ആ ഒരു മാവിൻ്റെ വലിപ്പമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പരത്തിയെടുക്കുന്ന സമയത്ത് കൗണ്ടർ ടോപ്പിലും കത്തുന്ന കോയിലും നല്ലപോലെ എണ്ണ ആക്കി കൊടുക്കുക. ഓയിൽ ബട്ടർ നെയ്യ് ഏത് വേണമെങ്കിലും ആക്കി കൊടുക്കാം. എന്നിട്ട് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക കേട്ടോ. വീശി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ തന്നെ നമുക്ക് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ബട്ടർ ആക്കി കൊടുക്കുന്നുണ്ട്. ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യോ ഓയിലോ ആക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. കറുത്ത എള്ളോ വെളുത്ത എള്ളോ, ഇനിയിപ്പോൾ അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. എള്ള് കഴിക്കുന്നത് നല്ലതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എള്ളും കൂടെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മടക്കി കൊടുത്തിട്ട് ചുരുട്ടിയെടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങോട്ട് മടക്കി കൊടുത്തിട്ട് ഒന്ന് ചുരുട്ടിയെടുത്താൽ മതി. ിട്ട് ഇതുപോലെ നീളത്തിലാക്കി കഴിഞ്ഞാൽ ഒരു തറ്റത്ത് നിന്ന് ഇതുപോലെ അങ്ങോട്ട് ചുരുട്ടിയെടുക്കാം. വളരെ ഈസിയാണ് കേട്ടോ, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. അവൻ അതിൻ്റെ മുകളിലായിട്ടും കുറച്ചുകൂടെ എള്ളിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെ അങ്ങോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് പരത്തിയെടുക്കാം. ചുടാനായിട്ടുള്ള പാന് ചൂടാവാൻ വേണ്ടി വെച്ച ശേഷം വേണം പരത്തിയെടുക്കാനായിട്ട്. ചുട്ടെടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് പരത്തിയെടുക്കുക, പരത്തി വെക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് പരത്തിയിട്ട് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം. ഇത് നമുക്ക് ചുട്ടെടുക്കാം. ചൂടായ തവയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കാം. ചുട്ടെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടറോ ഓയിലൊക്കെ ആക്കി കൊടുക്കും. ഒരു സൈഡ് വെന്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മൊരിയിച്ചെടുക്കുക. ആ മൊരിഞ്ഞ് വരുന്ന സമയത്ത് ആ എള്ളും കൂടെ അതിലുണ്ടാകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. എള്ളൊക്കെ നല്ലപോലെ ക്രിസ്പി ആയിട്ട് ഉണ്ടാവും. നമുക്ക് ഹെൽത്തി ആയതുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ അതിലേക്ക് എള്ള് ചേർക്കുന്നത്. ഇനിയിപ്പോൾ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡും നല്ലപോലെ തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്തു മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അങ്ങോട്ട് ചുട്ടിയെടുക്കാം കേട്ടോ. ചുട്ടിയെടുത്ത് കഴിഞ്ഞാലും ചൂടൊന്ന് ആറുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ പൊറാട്ടയൊക്കെ ചുട്ടിയെടുക്കുന്ന അതേപോലെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.